ആഹാ, തമ്പി സാറോ? ബസ്സിലാണോ വന്നേ? എങ്കിൽ റോഡിലോട്ട് വരുമായിരുന്നല്ലോ. പിള്ള സാറൊന്നും പറഞ്ഞില്ല. രാവിലെ പിള്ള സാറിനെ തല്ലി ഓടിച്ചില്ലേ? ചെല്ലടാ, നീ ചെന്നാലേ തമ്പി സാറിന് പറ്റത്തുള്ളൂ എന്ന് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ? കേട്ടോ സാറേ, നമ്മുടെ കട്ടമ്പലി കുട്ടപ്പൻ ഇങ്ങോട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിള്ള സാർ സമ്മതിച്ചില്ല. വരട്ടെ എടാ, വിശ്വം വരണേ സാറിന്റെ പാങ്ങും പടുതിയും ഒക്കെ അറിയാവുള്ളൂ എന്ന്. നേരെ എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ വന്ന് എന്ത് പാട് പെട്ടെന്നോ ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? അതൊട്ടില്ല താൻ. പിന്നെ സാറിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തപ്പോ ഞാൻ എന്ത് ചെയ്യും? സാർ വരണം. എന്റെ കൃതികളിലും സാറിന്റെ ശൈലിയുടെ ഒരു ഇതുണ്ടെന്നാ എല്ലാരും പറയുന്നത്. വന്നു പോകും, സ്വാഭാവികം. തന്റെ കൃതിയോ? ആ, ഞാനും ചില ഏകാംഗങ്ങൾ ഈയിടെ എഴുതി തുടങ്ങി സാറേ. വായനശാല വാർഷികത്തിന്, അയ്യപ്പൻ ചെറുപ്പിന്. പൊന്നു സാറേ, അബദ്ധത്തിന് പോലും ഇക്കാര്യം പിള്ള സാറിനോട് പറയല്ലേ. എന്താ തന്റെ പരിപാടി? എനിക്കെന്ത് പരിപാടി, പഴയത് തന്നെ. സാറിന്റെ കാര്യങ്ങൾ നോക്കിയിരിക്കാം. ഊണും തോരട്ടെ സാർ? വേണ്ട, ഞാൻ കഴിച്ചു. ഓഹോ, താ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ചെന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. എനിക്കൊന്ന് കിടക്കണം, ഏതൊക്കെ വൈകിട്ടാ. അപ്പൊ ഈ പെട്ടി അവിടെ വെച്ചേക്ക്. അപ്പോഴേക്കും ഞാനും എത്താം, പതിവ് ചിട്ടവട്ടങ്ങളോടെ. താനടിക്കുന്നില്ലേ? എടുത്ത് കഴിക്കടോ. സാറേ, സാറ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇവിടെ വന്നു. കഴിഞ്ഞ കൊല്ലം വന്നു. നമ്മൾ നാടകം എഴുതുകയും ചെയ്തു, നല്ലവണ്ണം ഓടുകയും ചെയ്തു. പക്ഷെ അന്നും തുടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ. ആര് വന്നേച്ചു പോയപ്പോഴാ സാറിനൊരു മൂഡ് വന്നത് ഓർമ്മയുണ്ടോ? താൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറൊരാള് വന്നില്ലേ? വിളിച്ചോണ്ട് വരട്ടെ? ഏയ് വേണ്ടടോ, അതൊക്കെ വെറുതെ മെനക്കേടാവും. ഒരു മെനക്കേടുമില്ല സാറേ. സാറെന്ന് പറയുമ്പോ അവൾക്ക് വലിയ സന്തോഷമാകും. അവിടെ നാടകത്തിന് വന്നിരുന്നു, വിളിച്ചോണ്ട് വരട്ടെ? എന്നാലും ചെയ്. അവളവിടെ ഇല്ല സാർ. 8 മണി ആയപ്പോഴേ ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയത്. അല്ല, കുറ്റം എന്റേതാ. സാറ് വരുന്നെന്നറിഞ്ഞ് ഞാൻ നേരത്തെ ഒന്ന് പോയി പറഞ്ഞു വെക്കേണ്ടതായിരുന്നു. ഇന്ന് രാത്രി സാറൊന്ന് ക്ഷമിക്കും. നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ തപ്പിക്കൊണ്ടുവരാം. അപ്പൊ നമുക്ക് കിടക്കാം, ഇല്ലയോ? അല്ല, വിശ്വംബരം പോയിക്കോ. എങ്ങോട്ട്? താൻ ക്യാമ്പിൽ പോയി കിടന്നു. അയ്യോ സാറേ, ഞാൻ കൂടെ നിന്നില്ലെന്ന് പറഞ്ഞാ പിള്ള സാറ് ചൂടാവും. അയാളെ രാവിലെ അല്ലേ വരത്തുള്ളൂ. താൻ പോയിക്കോ. ഞാനേ ഒറ്റക്കിരുന്ന് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ നോക്കട്ടെ. സാർ ഒറ്റയ്ക്കിരുന്ന് എഴുതിക്കോ, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഞാൻ ആ മുറിയിലെങ്ങാനും കിടന്നോളാം. വേണ്ടോ, താനൊന്നും ഇവിടെ കിടക്കണ്ട. താൻ പോയിക്കോ. എനിക്കറിയാം സാറിന് എന്നോട് ദേഷ്യം കാണും. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറഞ്ഞവനാണല്ലോ ഞാൻ. ഞാൻ ഒന്നുകൂടി പോയി ആരെങ്കിലും തപ്പട്ടെ. ആരെയും തപ്പൊന്നും നോക്കൊന്നും വേണ്ട, താനൊന്ന് പോയി തന്നാ മതി. നല്ല ഇരുട്ട്, ഞാൻ പോണോ? പോണം. എന്നാ പോവാ. പോണോ? ഇല്ല. ഞാൻ വിചാരിച്ചു സാർ എഴുന്നേറ്റ് കാണില്ലെന്ന്. രാത്രി മുഴുവൻ തകർത്തടിച്ച് എഴുതി കാണും. ഒരു 4 രംഗമെങ്കിലും തീർന്നിരിക്കും അല്ലേ സാർ? ഇതാണ് സാർ മുഖത്തൊരു കള്ള ലക്ഷണം. കള്ള ലക്ഷണം? ചെമ്പരനില്ലെങ്കിലും സാർ എഴുതുമല്ലേ? എത്ര രംഗം എഴുതി സാർ? കുറച്ച് എഴുതി. ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. താനൊരു കാര്യം ചെയ്യും, ഈ ഫ്ലാസ്കും പേപ്പറും ഒക്കെ വെച്ചിട്ട് പോയിക്കോ. പിന്നെ കാണാം. എന്നാ ഈ പേപ്പർ അകത്ത് വെച്ചാൽ ഇവിടെ വെച്ചാ മതി. ഇതൊന്നാണ് സാർ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ലേ വിശ്വംബര, ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി ഞാൻ ആകെ കുഴയും. ശരി, ഞാൻ പോയേക്കാം. ഉച്ചയാകുമ്പോ പിള്ള സാറിങ്ങി വരും. എന്തിന്? എന്താ വരണ്ടെന്ന് പറയണോ? ഒന്നും പറയണ്ട. എന്നാ വൈകിട്ട് ഞാൻ വരും. ഇന്നലത്തെ കേട് തീർക്കണ്ടേ? വേണ്ടോ, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. എന്താണ് സാർ പുതിയൊരു ഡിസ്റ്റർബൻസ്? ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. താൻ പോ. ഇത് പറയണത് പോടോ. ഏയ്, എന്നോട് ഇറങ്ങിപ്പോവാൻ പറയരുത്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെന്നെ കൊല്ലും. ആര് കൊല്ലുന്നു? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണല്ലോ. ആരാ കൊല്ലാൻ വരുന്നേ? എന്നോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല. രാത്രി ആവുമ്പോ ഞാൻ പോയിക്കോളാം. ഉച്ചക്ക് പിള്ളേച്ചൻ വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? നീ ആരാന്ന് പറ വച്ചേ. ആരും അറിയില്ല സാർ, ഞാനിതിനകത്തിരുന്നോളാം.
സന്ധ്യാകുമ്പോ പൊയ്ക്കോളൂല്ലോ. വിശക്കുന്നുണ്ടോ? പല്ലുതൊക്കെ കുളിക്കാന്താന്ന് വെച്ചാ ചെയ്. സൂക്ഷിച്ചും കണ്ടും വേണം. ഞാൻ മാനമര്യാദക്ക് ജീവിക്കുന്നവനാ. രണ്ട് ഇട്ട് കഴിച്ചോ. നല്ല വിശപ്പ് കാണും. അവിടെ ഇരുന്ന് കഴിച്ചോ. സാറിനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല, കഴിച്ചോ. എന്താ പേര്? പറയാൻ മടിയുണ്ടോ? വനിത. ഇന്നലെ രാത്രി നിന്നെ കണ്ടിട്ട് ഒരു അലവലാതി പെണ്ണാണെന്ന് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ പാതിരാത്രി ഒറ്റക്കരം കറങ്ങൂ. പക്ഷേ ഇപ്പൊ കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞോളാന്ന് തോന്നുന്നു. എന്താ നിന്റെ പ്രശ്നം? നീ എവിടെന്നാ വരുന്നത്? ദയവ് ചെയ്ത് സാറിനോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. പിന്നെ വേണ്ട. കഴിച്ചിട്ട് ആ മുറി തന്നെ കയറിയിരുന്നോ? ഇരുട്ടുമ്പോഴേക്കും സ്ഥലം വിട്ടോണം. വനിതേ, പേടിക്കണ്ട. ഇറക്കി വിടാനൊന്നുമല്ല. അവിടെ ഇരുന്നിട്ട് എന്റെ പണി നടക്കുന്നില്ല. നീയാ കാരണം. ക്ഷമിക്കണം സാർ. വരൂ, നമുക്ക് അവിടെ പോയിരിക്കാം. എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ. ആരെങ്കിലും വന്നാലോ? അത് സാരമില്ല, വരുമ്പോ മാറിയാ മതി. വരൂ. ഇരിക്ക്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നേരത്തെ മനസ്സിലായി. നാടകമെഴുന്ന തമ്പി സാറല്ലേ? ഞാൻ പത്രത്തിൽ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തീരെ അപരിചിതനല്ല. ഇരിക്ക്. വനിതയ്ക്ക് എന്തും എന്നോട് തുറന്നു പറയാം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയേറെ കൗതുകമുണ്ട്. വനിതയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. നിൽക്കൂ. നിനക്ക് ബന്ധുക്കളാരുമില്ലേ? അച്ഛനും അമ്മയും? കല്യാണം കഴിച്ചാണോ? അല്ല. പറയൂ കുട്ടി, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഉപദ്രവകാരിയല്ലെന്ന് മനസ്സിലായല്ലോ. നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വെറും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി.
നന്നായിട്ടുണ്ടല്ലോ, ഒന്നാം തരം കവിത. ഇത് കുട്ടിയുടെ ആദ്യത്തെ കവിതയാണോ? അല്ല, മുൻപ് എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്ന് നിരൂപരെല്ലാം പറയാറില്ലേ? അത് തെറ്റാണ്. ഇതുപോലുള്ള കൂമ്പുകൾ മുട്ടിട്ട് വരുമ്പോൾ എന്താ കുട്ടിയുടെ പേര്? വനിത. വനിത, മഹിള, സ്ത്രീ, പെണ്ണ്. നിന്നെ പോലെയുള്ള സുന്ദരി കുട്ടികൾ കവിത എഴുതണം, എഴുതിയേ തീരൂ. നിങ്ങളുടെ കവിതകളും സുന്ദരമായിരിക്കും. അതങ്ങനെ വരൂ. ഈ കവിത ഞാൻ പ്രസിദ്ധീകരിക്കാം. താങ്ക് യു സർ. കുട്ടി ഇനി എഴുതണം, ധാരാളം എഴുതണം. പക്ഷെ എഴുതുന്നത് കണ്ട അലവിലാതി മാഫിയൊക്കൊന്നും അയച്ചു കൊടുക്കരുത്. എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം. ഇവിടെ വന്നാ മതി. ഈ കൈകൊണ്ടല്ലേ ഈ കവിത എഴുതിയത്? ഈ എഡിറ്റർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താ. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കവിതകൾ പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്നും വിട്ടുപോയി. എങ്കിലും ധാരാളം എഴുതി. ദുഃഖഭാരമേറുമ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വീട് ഒരു നരകമായി മാറുകയായിരുന്നു. അച്ഛനും അമ്മയും നിതാന്ത ശത്രുക്കളെ പോലെയാ പെരുമാറിയിരുന്നത്. എന്റെ സഹോദരൻ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും അടിമയായി കഴിഞ്ഞിരുന്നു. മോഹന, നീ അത് കൊണ്ടുപോകരുത്. അത് കൊണ്ടുപോകരുത്. നീ അത് കൊണ്ടുപോകരുതെന്നാ പറഞ്ഞത്. ഇതെവിടെ കൊണ്ടുപോകുന്നടാ? വിൽക്കാൻ അല്ല എവിടാ? എനിക്കിത്ര കാശിന്റെ ആവശ്യമുണ്ട്. എനിക്ക് തരാൻ മാത്രം ഇവിടെ ആരെങ്കിലും കാശില്ലല്ലോ. എന്നോട് കളിച്ചാണ്ടല്ലോ, മാറിയില്ലേ? ആ, ഇനി അങ്ങേരായി. ഇവിടെ ഇതൊന്നും വന്നാ പോരാ. ഇത് കേട്ടാത്തൊന്നും ബാക്കിയുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്ന്. അതേടി, പിള്ളേരെ വളർത്താൻ പഠിക്കണം. വളർത്തിയതിന്റെ കുറ്റമാ. എടോ, താനാണോ എന്നോട് വളർത്തിയതിനെ പറ്റി കുറ്റം പറയുന്നത്? ഭാര്യയ്ക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കാൻ വകയില്ലാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്ന താനാണോ എന്നോട് പറയുന്നത്? എലിസബത്തെ, ഈ വീട് പിടിച്ചത് നീ ഒരുത്തിയ. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. നാണം കിട്ടവനെ, എനിക്ക് കളി കഴിയുന്നുണ്ട്. മതിയടി. അച്ഛൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായി. അമ്മ മിക്കവാറും എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകും. പരിചയക്കാരോടൊക്കെ നടന്ന് കടം വാങ്ങും. കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായി. ഇതെന്തോ ഇടപാടാ സേതുമാധവ? തരാനുള്ള കാശ് ചോദിക്കുമ്പോ തല മറ്റേടത്തോട്ട് വെച്ചോണ്ടിരുന്നാ മതിയോ? താൻ എന്തെങ്കിലും ഒരു സമാധാനം പറ. ഞാൻ എന്തു പറയാന്? ഓ, അത് ശരി. എന്നാലേ ഞാൻ ഇനി അയൽപക്കക്കാരോടോ മറ്റോ ചോദിക്കാം. മര്യാദ കെട്ട മനുഷ്യര്. എന്തിനാ മാത്യൂസ് അനാവശ്യം പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളോടൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഓ, അത് ശരി. താൻ എന്നോട് വകുപ്പും ചുട്ടും പറയാ. മേടിച്ചോണ്ട് പോയ വരുത്തിയുണ്ടല്ലോ, താന്റെ ആ പെണ്ണുമ്പിള്ള. അവളെവിടെ? താൻ ഇന്നെന്റെ തനിനിറം കാണും. കേറി വരേടാ ഇങ്ങോട്ട്. നിങ്ങൾ ഈ ഫർണിച്ചറൊക്കെ എടുത്ത് താഴെ കൊണ്ടുപോയി. നീ ഒരു ലോറി വിളിച്ചുണ്ടോ? എല്ലായിടത്തും ഏട്ടാ, എണ്ണിച്ചുണ്ടാക്കിയ കാശ. അങ്ങനെയെങ്കിലും ഒന്ന് മുതലാട്ടെ. മോഹന, മോഹന, ആ മാട്രസ് വന്ന് ഫർണിച്ചറൊക്കെ എടുത്തോണ്ട് പോകുന്നു. പോട്ടെ. അതിന് മോളെ കൊണ്ടുവെക്കില്ല, ഒടിഞ്ഞു പോകുന്നത്. എന്റെ ഇവിടെ ഇതെവിടെ കൊണ്ടുപോവാ? വെക്കണോടെ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ? ഇറങ്ങണോടി, ഇറങ്ങാൻ. ഞാനെന്ന് എന്റെ അടുത്ത് വേണ്ട, ഞാൻ രണ്ട് കൽപ്പിച്ചെന്നാ. എടുക്കണോ? വെക്കണോ അവിടെ? ഇവിടെ വെക്കാനോ അവിടെ? എന്താണേ? എന്തിനാ ചൂടാവുന്നേ? അവര് കൊണ്ട് പോട്ടെന്നേ. മാത്യൂസേ, നിങ്ങൾ ഒന്ന് ക്ഷമിക്കും. അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയും രൂപ ഉണ്ടാക്കി തരാം. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? കിട്ടാ പോകലോ? തന്റെ സൗജന്യം ഒന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. എങ്ങനെയൊക്കെയോ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ കോളേജിലെ പഠിത്തം പൂർത്തിയാക്കി. അവസാന വർഷത്തെ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അമ്മ ദിവസവും വീട്ടിൽ നിന്നും പോയാൽ വളരെ ഇരുട്ടിയിട്ടായിരിക്കും തിരിച്ചെത്തുക. അമ്മ എവിടെ പോയിരുന്നുവെന്ന് അച്ഛൻ അന്വേഷിച്ചതുമില്ല. ഒരു ദിവസം ചേച്ചി, ഞാൻ പോട്ടെ. വാ സുരേഷ്. ഇല്ല, അതല്ല, ഇപ്പൊ കയറിയ ശരിയാവില്ല. ഇനി ഒരിക്കലാവാം. ഇത് വനിത, മൂത്ത മോള. ഇത് സുരേഷ്. ഹലോ. എടി, മോഹൻ വന്നില്ലേ? ഇല്ല. ഞാൻ പോട്ടെ ചേച്ചി. വാ സുരേഷ്, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടണ്ടേ? അച്ഛനെവിടെടി? ഞാൻ പോണു ചേച്ചി. നിൽക്കൂ. ഇയാൾ ആരാണെന്ന് അറിയാമോ? സുരേഷ്, നമുക്ക് ചെലവിന് വരുന്ന ആളാ. ഞാൻ നാളെ വരാം. നോ.
ഐ എം സുരേഷ്. മിസ്റ്റർ സേതുമാധവൻ, ബഹളം ഉണ്ടാക്കരുത്. മോശമല്ലേ? നീ പോടാ. ശരി, പോവാ. 24 കൊല്ലമായി ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മടുത്തു. മതി, ഞാൻ പോകണോ? പോയി തൊലയിടി എവിടെയെങ്കിലും. മടുത്തു മോളെ, മടുത്തു. അന്ന് പോയതാ. പിന്നീട് ഞാൻ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ 3-ാം ദിവസം രാവിലെ ഞാൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോ അച്ഛ കാപ്പി. അച്ഛ 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 മോഹന അച്ഛ. ആത്മഹത്യയായിരുന്നു അല്ലേ? ജീവിതം കൂടുതൽ ദുസ്സഹമായി. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. മോഹൻ വല്ലപ്പോഴെങ്ങാനും വീട്ടിൽ വന്നാലായി. ഒരു ജോലി എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. ഒരു സഹകരണ ബാങ്കിൽ നിന്നും ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു. റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ബാങ്കിന്റെ ചെയർമാൻ സ്ഥല MLA ആയിരുന്നു. പണ്ട് അച്ഛന്റെ ബിസിനസ് നല്ല നിലയിലായിരുന്നപ്പോൾ അയാൾ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഓർത്തു. ഫോൺ ചെയ്തപ്പോൾ നേരിൽ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ മോഹനെയും കൂട്ടിപ്പോയി. അകത്തേക്ക് പോയിക്കോളൂ. വനിതാ എസ് നായർ അല്ലേ? അതെ. നായര് മാത്രമല്ല സാറേ, അമ്മ ക്രിസ്ത്യാനിയാ. അല്ല, അതറിയാം. അതുകൊണ്ടാണല്ലോ പാലോട സാറിന് ഇക്കാര്യത്തിൽ ഇത്രയും വലിയ താല്പര്യം. എന്നാ പിന്നെ അകത്തേക്ക് എന്നാട്ടെ. സാറിന് ഉടനെ വെളിയിൽ പോകണമെന്നാ പറയുന്നത്. ദേ, ആപ്ലിക്കന്റ് മാത്രം പോയാ മതി. ഇതാരാ? എന്റെ ബ്രദറാ. ആ, താൻ അവിടെ ഇരിക്കും. ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. അല്ല, ഞാൻ കൂടെ പോവാം. അതിനെന്താ? ഡോ, തനിക്കാണോ ജോലി വേണ്ടത് അതോ ഈ കുട്ടിക്കാണോ? ആ, ജോലി അവക്ക് തന്നെ. ആ, എന്നാ ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. താൻ അവിടെ ഇരിക്കും. മോഹന, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. സാർ, ഓ, ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. റെസിറ്റേഷൻ പാടുവോ? ഞാൻ തന്നെ എഴുതിയ വരികളാ. ഓഹോ, അപ്പൊ കവിത എഴുതും. കൊള്ളാം. ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആലോചിക്കുകയായിരുന്നു. BCom ഫസ്റ്റ് ക്ലാസ്, കവിത എഴുതും, ചെറുപ്രായം. പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കിന്റെ പണി കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല. ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. ഫസ്റ്റ് ക്ലാസ്സുകാരൻ പുറത്ത് നിൽക്കുമ്പോ തേർഡ് ക്ലാസ്സുകാരൻ ജോലിയും കൊണ്ട് പോകുന്ന കാലമല്ലേ. നാളെ അല്ലേ ഇന്റർവ്യൂ? ഒന്ന് ഞാൻ തല കാണിച്ചേര്. ജോലി കിട്ടി. ഞാനല്ലേ പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടുന്നത് വരെ താങ്ക് യു സാർ, നമസ്കാരം സാർ. ഏയ്, ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. പറയോ? ഇല്ല സാർ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ആ, എനിക്ക് കാശും പണമൊന്നും വേണ്ട. ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ, നന്ദി സ്നേഹവും മതി. കുട്ടി ഒരു കലാകാരിയല്ലേ, സഹകരിക്കുന്നതിൽ വിഷമൊന്നുമില്ലല്ലോ. വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഇയാളെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കേട്ടിരുന്നത്. പിറ്റേന്ന് അയാളുടെ ആരോ വീട്ടിൽ വന്നു. അയാൾ അങ്ങനെ പെരുമാറിയ വിവരം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ആരോടും പറഞ്ഞില്ല. ജനസേവകൻ. ആ മുറി പോയിരുന്നു.